ഹലോ ഗൈസ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക ഉപ്പേരിയുടെ റെസിപ്പിയാണ്. അതിനായി ഞാനിവിടെ 1/2 കിലോ വെണ്ടയ്ക്ക, 3 സവാള, 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം. കൂടെ സവാളയും പച്ചമുളകും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മൂടി തുറന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് അതിൻ്റെ ആ കൊഴുപ്പൊന്ന് മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ആ വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി വെണ്ടയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.